അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓറൻസി. അപ്പം നമ്മുടെ ഇത് അഡ്വഞ്ചർ ക്രാഫ്റ്റ് ആണ് കളിക്കുന്നത് നമ്മൾ ഇന്ന്. അപ്പം നമുക്ക് കളി തുടങ്ങാൻ, വേറൊന്നും പറയാനില്ല, സമയമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊല്ലം വരെ പോകാനൊക്കെ ഉണ്ട്. അപ്പം കളി പെട്ടെന്ന് തീരും. അരമണിക്കൂറിൻ്റെ ഗെയിം പ്ലേക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്ന് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു, ഇത് കണ്ടുപിടിക്കണം. എന്ത്, എൻ്റെ പേരെ മുട്ടുമല്ലോ, എന്താ ഡയമണ്ടും അയണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കേവ് എനിക്ക് കിട്ടിയേക്ക്, എന്താ അപ്പോൾ ഒരു കേവ് കിട്ടിയേക്ക്. ആ കേവിൽ പോയിട്ട് എല്ലാ സാധനം പോയിട്ട് നമുക്ക് മൈൻ ചെയ്യാം. ഞാനൊരു സോഡും പിന്നെ പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ഇരിക്കുന്നു. ക്ലച്ച് എന്താടാ, പോടാ പോടാ. ഞാനിത് ഈ അയൺ ഫുൾ അങ്ങ് എടുത്തേക്കാം. എന്താടാ, എന്താ ഇവനെന്താ പ്രശ്നം? അടിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരേക്ക്. അമ്മേ അമ്മേ, അയ്യോ. പണി കിട്ടിയ അവസ്ഥയുണ്ട്. ഞാൻ മുകളിലേക്ക് കയറി പോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പ ചാവും. അമ്പോ, ആ കുട്ടി സോംബി ഭയങ്കര സാധനമാണല്ലോ. ഓ, ആ സാധനം എനിക്ക് വേണ്ട. പോടാ, പോ 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 പോ. അടി 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 അടി. ഇത് ഭയങ്കര ഫൈറ്റ് ആണല്ലോ. അയെടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഫൈറ്റിന്റെ മത്സരം നടക്കുന്നു. ഈ ക്രീപ്പർ ബാബുവിനെയും കൊണ്ട് ജീവിക്കാൻ വയ്യല്ലോ. ഇവിടെ എന്ത് സോംബീസാ, എനക്ക് അത്ര മനസ്സിലാവാത്ത. ആദ്യം എന്നെ ചുറ്റിട്ട് അടിക്കുന്നേ. ടോർച്ചുമായിട്ട് വരണമെന്ന് തോന്നുന്നു. ഓ, അത് എന്തടി എന്നാലോ, അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? എന്ത് ഇവന്മാർക്ക് ഇത്രയും പവർ, അതാ എനിക്ക് തിരിയാത്ത. ഓ, ആർമർ ഒന്നും ഇല്ല എനക്ക്, അതാ സംഭവം. ഇന്നതാ ഇന്ന് കൊല്ലണം. അയൺ 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 എടുക്ക, അയൺ എടുക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ ആവശ്യമില്ലടാ നിന്നൊന്നും. ഓ, ഈ ക്രീപ്പറിനെയും കൊണ്ട് ഇവരെയൊക്കെ ഞാനെന്ത് ചെയ്തേ, അതാ എനക്ക് തിരിയാത്ത. കേവില് നല്ല ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കളക്ട് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ അവസ്ഥ എന്റെ. കോളില്ല ടോർച്ച് വെക്കാൻ, അതാ എന്റെ പ്രശ്നം. ഓ, അടുത്ത ക്രീപ്പറും മാരെയൊക്കെ കൊണ്ട് ജീവിക്കാൻ വയ്യ എനിക്ക്.
കോള് സംഘടിപ്പിക്കണമല്ലോ. കോൾ അവിടെ കിട്ടും. കോൾ ഇപ്പോൾ എവിടെയല്ലേ നോക്കണം. എടുക്കാം. എന്താടാ നിനക്കൊക്കെ പ്രശ്നം? അല്ല പിന്നെ ഇവിടുന്ന് പോന്നെയാണ് ബുദ്ധി. കാരണം ഇവിടെ അത്രയും സ്കെൽട്ടനും കാര്യങ്ങളുണ്ട്. ലൈറ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നം. കാരണം ഇപ്പൊ അറ്റാക്ക് നിന്ന് കഴിഞ്ഞാല് ശരിയാവൂല. അമ്മേ, ഫുഡ് വേറെന്തോ ഉണ്ടായിരുന്നില്ല, അതാണ്. എനിക്ക് കുറച്ച് കോള് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 3 കോള്, അത് മാത്രം പോരാ. മൂന്ന് കോള് മാത്രം കൊണ്ട് എത്ര ലൈറ്റ് കിട്ടുമോ? 12 ഒട്ടും കാര്യമില്ല. ജീവൻ ഫുള്ളായിട്ട് താഴെ. എല്ലായിടത്തും ലൈറ്റ് വെച്ച് പോന്നു. എന്താടാ? ഓടിക്കോ മോനെ, ഓടിക്കോ 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 ഓടിക്കോ. എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട്, അത്രേ നമുക്ക് അറിഞ്ഞോടൂ. കുറച്ച് ലൈറ്റ് വെച്ചിക്ക്. അത്രേ ഉള്ളു. സ്കെൽട്ടാ, നിനക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഞാൻ പോടാ. അയണ എവിടെയുള്ള? ഓ ഷിറ്റ്. ഇനിയും കോള് വേണമല്ലോ. കോളോടെ ഇതാടാ. കോള് 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 എടുക്ക്. പെട്ടെന്ന് ലൈറ്റ് ഉണ്ടാക്കണം. ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും പ്രശ്നം വരൂല്ലേ. എൻ്റെ ഇത് ടോർച്ച് ഉണ്ടാക്കാനുള്ള കോളില്ലായിരുന്നു, അതാ സംഭവിച്ചെനക്ക്. കാരണം എൻ്റെ കോള് മുഴുവൻ തീർന്നായിരുന്നു. കാരണം സ്മെൽറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി വാ. ഇനി എല്ലാം സ്പോണാവേ. ഈ ലൈറ്റ് ഇട്ട് എല്ലാത്തിനും നമുക്ക് ഒന്നോളം. ഇനി സ്പോണാ എല്ലാണോ? സ്പോണായി കാണിക്കണം എല്ലാം. ഇനി ഈ സാധനത്തെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. ഈ സാധനം ഒരു തരം ഇത് തരൂടാ. എന്തേ ഓൾസിനേഷനോ എന്തൊക്കെയോ എഫക്ട്സ് വരും നമ്മളിത് അടിച്ചു കഴിഞ്ഞാല്. അത് വന്നിട്ട് അങ്ങ് പൊട്ടുക ചെയ്യ. എന്തോ കിട്ടുമെന്നൊന്നും എനക്ക് തന്നെ അറിഞ്ഞൂടാ. ഇനി എനിക്ക് മനസ്സമാധാനമായിട്ട് എല്ലാ സാധനവും എടുക്കാം. എടുക്കാറായിക്കില്ല.
പോടാ 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 പോടാ. എന്നിട്ട് ചപ്പറ ചിപ്പറ അടിക്കുന്നത്. കോളം എന്തായാലും കിട്ടട്ടെ. അപ്പൊ ഞാനിനി എന്തായാലും കുറച്ചൊന്ന് മൈൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഡയമണ്ട് കാണുവാണെങ്കിൽ നിങ്ങളെ ഇതാക്കാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയിരിക്കുന്നതാ. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് അങ്ങനെ കിട്ടി. 4 വീന. അയ്യോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മരിച്ച്. വല്ലാത്ത ഇത് തന്നെയാണ്. അമ്പോ, അപ്പം അങ്ങനെയാണ് ഇത് അവസ്ഥ. ഡയമണ്ടും കണ്ടുപിടിച്ചിട്ട് എൻചാൻറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാണ്ട് ഭയങ്കര പവർഫുൾ അല്ലാണോ. എനിക്കിപ്പോൾ ആകെ 4 ഡയമണ്ട് കിട്ടിയേക്കുള്ളൂ, വേറൊന്നും കിട്ടിയേക്കില്ല. ആവശ്യമില്ലാത്ത ഈ ബോൺസ് അവനൊക്കെ ഈ ബോവും ഈ റോട്ടൺ ഫ്ലെക്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ കുറേ അയണ് കിട്ടി. പിന്നെ എൻ്റെ പിക്കാക്സ് നോക്കണ്ട, ഞാൻ ഇതാക്കിയതൊന്നല്ല, അത് എനക്കൊരു ഇതിനെ കൊന്നപ്പോൾ കിട്ടിയതാണ്. ഈ സോംബി ഒന്നും എന്നെ ജീവിക്കാൻ വിടൂലല്ലോ. ഞാൻ കുറേ ഗോൾഡ് കണ്ടായിരുന്നു, അതൊക്കെ എടുക്കുക എന്തോ. ഞാൻ ടോർച്ച് വെച്ച് ഓടുമായിരുന്നു. ഇതാ ഇതിനെ കൊന്നപ്പോൾ കിട്ടിയതാ, കണ്ടാ. ഇതേപോലെ തരും. അതൊരുത്തം പിക്കാക്സ് ഉള്ള വന്ന് അവൻ എനിക്ക് പിക്കാക്സ് തന്നിട്ട് പോയി, മോനെ ഇന്നാന്ന് പറഞ്ഞിട്ട്. മംഗനീസ് ഓറ് വേണം നമുക്ക്, അത് വെച്ചിട്ട് നമുക്ക് ആർമറും സാധനമൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഡയമണ്ട് കിടപ്പുണ്ട്, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് മുമ്പ് ഓടിയ സമയത്തൊന്ന്. ഞാൻ ലൈറ്റെല്ലാം വെച്ചിട്ട് അങ്ങ് ഓടിയത്. ഇതെത്ര വെയിനാ? 1 വെയിനാന്ന് തോന്നുന്നു. യെസ്, 1 വെയിൻ. ഗോൾഡ് ഇതാ കിടക്കുന്നു. നമുക്ക് കുറച്ച് ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കണം ഭാവിയിൽ, അല്ലാണ്ട് ഇതുണ്ടാവില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ഫുള്ള് റിസോഴ്സ് എല്ലാം തപ്പി എടുത്തിട്ട് ഒരു ഫുൾ ആർമർ സെറ്റും കുറച്ച് ഡയമണ്ട്സ് ബാക്കി വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഡയമണ്ട് ഒപ്പിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പം ഗൈസ്, എനിക്ക് വേറൊരു ഓറ് കിട്ടിയിട്ടുണ്ട്. ആ ഓറ് കാണിക്കാൻ വേണ്ടിയാണ് ഇതാക്കിയത്. അപ്പോൾ ഓറ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? എടുക്കാൻ പോലും സ്ഥലമില്ല. റൂൺ സ്റ്റോൺസ്, അതിൻ്റെ ഓറാണിത്. നമുക്ക് ഇത് ഭാവിയിൽ കുറേ ആവശ്യമുണ്ട്. നമുക്ക് മാജിക്കും കാര്യമൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് റൂൺ സ്റ്റോൺസ് നല്ല ആവശ്യമുള്ള സാധനം. അപ്പോൾ റൂൺ സ്റ്റോൺസ് നിങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ അത് തേടി കിടക്കേണ്ടി വരും നിങ്ങൾ. ഈ ക്രീപ്പറിനൊക്കെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. ഇത് എത്ര ക്രീപ്പറാ
അയ്യോ, മൂന്നാമത്തെ മരണം കഴിഞ്ഞിട്ടാ വരുന്നത്. മരിക്കുക വരുമോ, മരിക്കുക വരുമോ, മരിക്കുക വരുമോ, അത് തന്നെ എൻ്റെ അവസ്ഥ. പോടാ പോടാ, എന്നെ പിടിച്ചാ കിട്ടൂല, നീ നോക്കണ്ട. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഡയമണ്ട് ഇത് ഗോൾഡ് ആണോ? ആ ഗോൾഡ്. ഗോൾഡ് എങ്ങോട്ടായിരുന്നു? ആ, അങ്ങോട്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ളൊന്ന് ഡയമണ്ട് സെറ്റ് ആക്കട്ടെ. സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതാവാം. ഡയമണ്ട് എല്ലാം എടുത്തിട്ട് കാണാം. അപ്പോൾ ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ മൈനിങ് കഴിഞ്ഞ് ടോർച്ച് വെച്ചത് വെട്ടത്തിൽ എൻ്റെ കൈ കാലം എല്ലാം രണ്ടരല്ല 3 മണിക്കൂർ 3.5 മണിക്കൂറായി വീഡിയോ ഞാൻ കുറെ നേരം പോസാക്കി ഇട്ടത്. അപ്പം ഇപ്പൊ എൻ്റെ കയ്യിലുള്ള എന്തൊക്കെയാന്ന് വെച്ചാല് 64 29 1.5 സ്റ്റാക്കിന്റെ അടുത്ത് ഡയമണ്ട്, 20 ഒബ്സീരിയൻ, അപ്പോൾ 1.5 സ്റ്റാക്കിന്റെ അടുത്തും അതും, പിന്നെ 1 സ്റ്റാക്ക് 5 ഗോൾഡും, പിന്നെ 43 റൂൺ സ്റ്റോണും. പിന്നെ റൂൺ സ്റ്റോൺ കണ്ടിട്ട് പിന്നെ എടുക്കാൻ നിന്നിക്കില്ല, ഡയമണ്ട് തപ്പി തന്നെ ഇതായതാണ്. പിന്നെ അയണ് 2 സ്റ്റാക്ക്, മാംഗനീസ് ഓർ 2 സ്റ്റാക്ക്, അത് തന്നെ. പിന്നെ വേറൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ. ഇതിൽ കുറെ വിറ്റൊക്കെ സംഭവിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. സോംബിയും സാധനമൊക്കെ എന്നെ അടിച്ചു കൊന്ന് കൊല്ലാനായ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ ഇത് ഓഫായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ വീഡിയോസൊന്നും കൂടെ ഞാൻ കാണിച്ചിരുന്നു. എൻ്റെ ഇതിൻ്റെയൊക്കെ പവർ ഏകദേശം തീർന്നു, ഇനി അത്ര എണ്ണ ഉള്ളു ബാക്കി. വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട് ഇവിടെ. എൻ്റെ വീട് എങ്ങോട്ടായിരുന്നത്? അതാ കിടക്കുന്നു. ഇത് ഏകദേശം ഇപ്പം എനിക്ക് എത്ര പവറുണ്ട്? ബാക്കി 3ഉം 4ഉം. ബാക്കിയെല്ലാം തീർത്ത് രക്ഷപ്പെടാൻ വേണ്ടി. ചത്താ പിന്നെ അത്രയും താഴത്തേക്ക് ഞാൻ പോകണ്ടേ, കയ്യെല്ലാം അത്. അവരെ തട്ടിയിട്ട് വരുന്നു. അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഷുഗർ ക്യാൻ. ഷുഗർ ക്യാൻ നമുക്ക് തപ്പണം, ഷുഗർ ക്യാൻ ഉണ്ടാക്കണം. അത് തന്നെ. എന്നിട്ട് ബുക്കും കാര്യങ്ങളും ഉണ്ടാക്കണം. ബാക്കിയെല്ലാം സെറ്റ്. ബുക്ക്
ഇതിന് വേണ്ടി മറ്റേ ഇതിന് എൻചാൻറ്റഡ് ടേബിളിൽ വേണ്ടി 3 എക്സ്ട്രാ എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഈ 10 വെച്ച് അങ്ങനെ എടുത്ത് 10 ഇവിടെ ഓവർ വേൾഡിലും 10 മറ്റേ നെതറിലും ഉപയോഗിക്കാത്ത വെച്ചെടുത്തത്. ഇതിന്റെ കാര്യം നമ്മൾ വിട്ട്. അയ്യോ, പ്രശ്നമൊന്നുമില്ല. നിനക്ക് റൂൺ സ്റ്റോണും കൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റും, നോക്കണമല്ലോ. ഇല്ല, ഒന്നും കൂടെ അതിനകത്ത് വെറുതെ ഉപയോഗിച്ചാണ്. നിലവിൽ അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ റെയർ മെറ്റീരിയലൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയേക്കാം, ബുക്കും ഇങ്ങനത്തെ സാധനമൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷാർപ്പ്നെസ് 3 ഒരു ഇത് കിട്ടിയായിരുന്നു. ഒബ്സിഡിയൻ കോള് അതൊക്കെ തന്നെ. ബാക്കിയൊന്നും വലിയ ആവശ്യമില്ല സാധനം. ബാക്കിയുള്ള അതിൻ്റെ അകത്തൊക്കെ ഇനി അടുത്ത് നമുക്ക് പോയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് വരാം. വെള്ളം എങ്ങോട്ടേക്കാണ് നോക്കണം. വെള്ളം നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് ഊളല്ല, എന്തായിരുന്നു അതിന് പറയുന്നത്? പറയുന്ന പേരങ്ങോട്ട് ഷുഗർ ക്യാനും തപ്പണം. നമുക്ക് കുറച്ച് ഫുഡും തപ്പണം, എല്ലാം ചെയ്യണം. അതിന് കൗവിനെ കിട്ടണം. മാരായിട്ട് മാംഗനീസ് ഇങ്ങെത്താൻ തോന്നുന്നു. ഈ ലേക്കിൽ എവിടെ ഇല്ലേ സാധനം? ഷുഗർ ക്യാൻ കാണുന്നില്ലല്ലോ. അപ്പൊ 4 റൗണ്ട്സ് നടന്നിട്ട് ഷുഗർ ക്യാൻ തപ്പി പിടിച്ചിട്ട് ഞാൻ വരാം. അത് ഡ്രാഗൺ നെസ്റ്റ് ആണോ? യെസ്, ഡ്രാഗൺ നെസ്റ്റ് തന്നെ. ഇങ്ങോട്ടേക്ക് പോകാൻ നിൽക്കണ്ട. ചവിട്ട് കൊള്ളാൻ കഴിയല്ല. ഇത്രയും നേരം ചവിട്ട് കൊണ്ട് 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 മടുത്ത് വാങ്ങി. ടോട്ടൽ 3 പ്രാവശ്യം ചത്തു. ആദ്യത്തെ പ്രാവശ്യം ഫുഡ് ഇല്ലാത്തതിൻ്റെ വരും. പിന്നെ ഫുഡ് ഇതാക്കി ഫുള്ള് സെറ്റാക്കിയിട്ട് പോയി. പിന്നെ എന്താണ് ഇത് കിട്ടാത്ത? എന്നിട്ട് എവിടെ ഷുഗർ കെയിൻ ഒന്നും പോലും ഇല്ലാത്ത? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡഞ്ചനിൽ പോയിട്ട് അവിടെ നിന്ന് ഫുള്ള് ബുക്കും സാധനം കണ്ടുപിടിക്കണം. അതായിരിക്കും കുറച്ചും കൂടെ സുഖം തോന്നുന്നു എനിക്ക്. അതായിരിക്കണം സുഖം. അല്ലാണ്ട് നമ്മൾ കറങ്ങി കളിച്ചിട്ട് ഇവിടെ ഒന്നും ഷുഗർ കെയിൻ കാണുന്നില്ല. അപ്പം എന്നാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷുഗർ കെയിൻ കണ്ടുപിടിക്കുന്ന പണിയാണ്. ഷുഗർ കെയിൻ അല്ല, എൻചാൻറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും നോക്കണം. ഏതെങ്കിലും ടവറോ ഡഞ്ചനോ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് എൻചാൻറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഷുഗർ കെയിൻ കിട്ടുന്നില്ല.
അങ്ങനെ നാം മേടിച്ചു. ഞാൻ വീട്ടിലൊന്ന് എത്തട്ടെ, വീട്ടിലെത്തിയിട്ട് ഇതാട്ടെ. ഞാൻ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പൊ നമുക്ക് ഡയമണ്ട് ആർമർ ഇറങ്ങില്ല. എന്തായാലും ഡയമണ്ട് ആർമർ ഇട്ടിട്ട് നമുക്കങ്ങ് കളി നിർത്താം. മാനേജൻ ചാവാറായി. ഹെൽമെറ്റ്, ചെസ്റ്റ്, ലെഗിങ്സ്, ബൂട്ട്സ്, പിന്നെ ഇത് സ്റ്റിക്സ് അവിടെ പോയി. ഒരു സോഡും ഒരു ഇതും കൂടെ ഉണ്ടാക്കിയാൽ മതി. ഒരു സോഡും അങ്ങനെ നമ്മൾ ഫുൾ ഡയമണ്ട് ഗിയർ ആയിട്ട് അതിന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതാക്കാം. ക്ഷീണം പിടിച്ച് കഴിച്ചു എന്നെ കൊണ്ട് ഇനി സാധിക്കാൻ പറ്റില്ല. കാരണം ഇനിയും ചെയ്യാൻ നിന്ന ഞാൻ ഡെഡ് ബോഡി ആയി പോകും. കാരണം അത്രയും നേരം ഇരുന്ന് ഞാൻ ഏകദേശം 4:30 തുടങ്ങിയതൊക്കെ ഇപ്പൊ സമയം എത്രയായി? 7 മണിയായി. 5:30, 6:30, 7, 2.5 മണിക്കൂർ അത്ര ആയിട്ടുള്ളൂ. പക്ഷെ ഇതെന്ത് ഇത്രയും പിന്നെ ഫീൽ ആവുന്നേ? കറിഞ്ഞ. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡില് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ക്യാമ്പില്ലേ, ആ ക്യാമ്പിൽ പോകും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.